തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഇപ്പം തീ പിടിച്ച വിലയല്ലേ. അപ്പം തേങ്ങ വെച്ചൊരു ചമ്മന്തി അരച്ചാൽ, അല്ലെങ്കിൽ ചമ്മന്തിയിൽ തേങ്ങ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മയ്ക്ക് അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാലും ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒരു ചമ്മന്തി അരച്ചാൽ ലാഭമാണ്. അതെന്താണെന്നല്ലേ, ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ദോശയ്ക്ക് ഇഡലിക്കും വേറെ കറിയേ വേണ്ട. അപ്പോൾ ലാഭമല്ലേ. അത് തന്നെയല്ല, ഇത് ചോറിൻ്റെ കൂടെയും സൂപ്പറാണ്. Cook with Sophie, sharing 40 years experience. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 20 ചുമന്നുള്ളിയുണ്ട്. അത് ഞാൻ കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ വഴറ്റുവാണ്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. ഇതിലേക്ക് ചെറിയ ഒരു സവാളയുടെ പകുതി, അതും ഇതുപോലെ ഇങ്ങനെ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്, അതും ചേർക്കാം. ഇത് ചുമന്നുള്ളിയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വേണ്ടിയത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഇതെല്ലാം കൂടി ഒന്ന് ഒത്തിരി അങ്ങ് വഴന്ന് പോകണ്ട, ഈ പച്ചച്ചൊടിയൊന്ന് മാറിക്കിട്ടണം. അതിലേക്ക് ഒരു 5 എരിവുള്ള മുളക്, അതുപോലെ ഒരു 10-12 കുരുമുളക് മുഴുവനോടെ. ഈ പൊടിയാണെങ്കിൽ അടക്കാനായിട്ട് ഒരു നുള്ളു പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് ഒരല്പം മല്ലിയില, അതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം വാളംപുളി, അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി ആവശ്യമുള്ള ഉപ്പ് കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില ചേർക്കണം കേട്ടോ, മല്ലിയില ചേർക്കുമ്പോഴാണ് അതിൻ്റെ സൂപ്പർ ടേസ്റ്റ് വരുന്നത്. കുറച്ച് കറിവേപ്പില, 1 കപ്പ് തേങ്ങ. തേങ്ങ ഒന്നും ഒത്തിരി മൂത്ത് പോകണ്ട, ഒന്ന് ശരിക്ക് ചൂടായി വന്നാൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവിന് നമ്മൾ എരിവുള്ള മുളക് ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ ഒത്തിരി മൂത്ത് പോകരുത്, എന്നാൽ ഇതിൻ്റെ ഒരു പച്ചച്ചുവ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം ഏകദേശം ശരിയായിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഈ ചമ്മന്തിക്കൂട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് ഫൈനായിട്ട് അരക്കരുത്, സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഒന്ന് ശരിക്ക് ചതച്ചെടുത്താൽ മതി. ഇതുപോലെയാണ് ഇത് ചതച്ചെടുത്തിരിക്കുന്നത്. ശരിക്ക് വെള്ളം ഒട്ടും ചേർക്കരുത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ദോശയ്ക്കോ ഇഡലിക്കോ ചോറിനോ ഒന്നും വേറൊരു കറിയെ അന്വേഷിക്കേണ്ട, അതുപോലെയുള്ളൊരു ചമ്മന്തിയാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. ഇത് ഒരു സാധാരണ തേങ്ങാ ചമ്മന്തിയാണെന്നുള്ള രീതിയിൽ വിട്ടുകളയരുത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ സൂപ്പർ ടേസ്റ്റാണ് ഇതിന്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.